നിങ്ങളെല്ലാവരും നിയത്ത് ചെയ്യണം. അല്ലാഹുവേ, ഞാൻ ഈ മജ്ലിസിൽ ഇരിക്കുന്നത് അല്ലാഹുവേ നിന്റെ ഇൽമു കേൾക്കാനും നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും സലാത്തും മഹത്തുക്കളുടെ മഹാത്മ്യങ്ങളും കേൾക്കാനാണ് റബ്ബേ. നീ ഖബൂലാക്കണം അല്ലാഹ് എന്ന് മനസ്സിലൊന്ന് കരുതുക. എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്നറിയോ? 1 മണിക്കൂർ സമയം, 1 മണിക്കൂർ സമയം അല്ലാഹുവിന്റെ ദീനിന്റെ മജ്ലിസിൽ ഒരാള് ഇൽമ് കേൾക്കാനായോ പഠിക്കാനായോ ചെലവഴിച്ചാൽ, 1 മണിക്കൂർ സമയം ചെലവഴിച്ചാൽ അവനുള്ള ശ്രേഷ്ഠത എത്രയാണെന്നറിയോ? 1000 റക്അത്ത് മുത്തലഖായ സുന്നത്ത് നിസ്കരിച്ച നിസ്കാരക്കാരന് കൊടുക്കുന്നതിനേക്കാൾ വലിയ ശ്രേഷ്ഠത 1 മണിക്കൂർ സമയം ഇൽമുമായി തഅല്ലുഖായി ബന്ധപ്പെട്ട് ഇൽമ് കേൾക്കുന്ന പഠിക്കുന്ന മനുഷ്യന് നൽകും. അത് നമ്മൾ എന്തിനാ വെറുതെ കളയുന്നത്? ഒരു 20 റക്അത്ത് തറാവീഹും, ഒരു 3 റക്അത്ത് വിത്റും ഇശയും, അതിന് മുമ്പും മുമ്പുള്ള റവാത്തിബും കൂടി നമ്മള് ഒരു 10-35 റക്അത്ത് മാക്സിമം കൂട്ടിക്കോ. റമദാനിൽ നിസ്കരിക്കാൻ പറഞ്ഞാൽ നമുക്ക് തണ്ടല് വേദന, ഊരവേദന, നട്ടല് വേദനയാണ് ഇല്ലേ? അപ്പൊ 1000 റക്അത്ത് മുതലക്കായ സുന്നത്ത് നിസ്കരിച്ച നിസ്കാരക്കാരന് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് അല്ലാഹ് തരികയാണ്. അതെന്തിനാണ് വേണ്ടാന്ന് വെക്കുന്നത്? ഒറ്റ കാര്യം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. നിയ്യത്ത് ചെയ്യുക, മനസ്സിലൊന്ന് കരുതുക. ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ. ഇൻഷാ അല്ലാഹ് സത്യമായിട്ട് പറയാൻ എന്തിനാരെ പേടിക്കണം? ഇത് ചരിത്രമാണ്. ഇത് കിതാബിലുള്ളതാണ്. ഇത് ചരിത്രം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ലോകം അംഗീകരിച്ചതാണ് കേട്ടോ. അപ്പോ കാര്യങ്ങൾ പറയുന്നിടത്ത് നമ്മൾ ഒരാളെയും ഭയപ്പെടണ്ട. അതാണ് താജുൽ ഉലമ നമുക്ക് കാണിച്ചു തന്ന മാതൃകം. ഞാൻ ഒറ്റക്കായിരുന്നാലും ഞാൻ സത്യത്തിന്റെ കൂടെ നമുക്കുമെന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഒറ്റ കാര്യം മാത്രമാണ് ഈ സാധുവായ എനിക്ക് ആദ്യം എന്നോടും രണ്ടാമത് നിങ്ങളോടും പറയാനുള്ളത്. നമ്മൾ ഒരുപാട് കാലമൊന്നും ആരും ജീവിക്കുന്ന ആരും വിചാരിക്കണ്ട കേട്ടോ. ആരാ ആദ്യം പോകാമെന്നും പറയാൻ പറ്റില്ല. എന്നതാ കഴിഞ്ഞ 4 ദിവസം മുമ്പേ കരഞ്ഞുപോയി ഞാനടക്കം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്തുള്ള കാര്യം. അബൂദാബിയിൽ നിന്ന് റിപ്പോർട്ട്, കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും 4 മക്കളും കൂടി കാറോടിച്ചു വരികയായിരുന്നു. പെട്ടെന്ന് ഒരു ട്രക്കറിന്റെ പിന്നിൽ പോയി വണ്ടിടിച്ചു. ആ ഇടിയുടെ ആഘാതത്തിൽ ഓൺ ദി സ്പോട്ടിൽ 12 വയസ്സുള്ള മകൻ, 11 വയസ്സുള്ള മകൻ, 9 വയസ്സുള്ള മകൻ, 6 വയസ്സുള്ള മകൻ, 4 ആൺകുട്ടികളും ഒരു ബാപ്പന്റെ ഉമ്മന്റെയും 4 ആൺകുട്ടികള്, പളുങ്ക് പോലത്തെ സുന്ദര കുട്ടന്മാരായ മക്കള് ഓൺ ദി സ്പോട്ടിൽ അവിടെ മരിക്കാൻ. ബാപ്പിയും രക്ഷപ്പെടുക, 4 കുട്ടികൾ മരിക്കുക. എന്നിട്ട് ആ 4 കുട്ടികളുടെ മയ്യത്ത് നിസ്കരിക്കാൻ ബാപ്പാനെ വീൽ ചെയറിൽ കൊണ്ടുവരിക. ഒരു ബാപ്പാക്ക് സഹിക്കാൻ പറ്റുമോ അത്? എന്റെ ഇങ്ങടെ മക്കളാണെങ്കിൽ നമ്മളൊന്നും ഒരു നിമിഷം ആലോചിക്കുന്ന നെഞ്ചത്ത് കൈവച്ചിട്ട് ഇങ്ങനത്തെ അവസ്ഥ ലോകത്ത് അല്ലാഹുവേ നമ്മൾ കാണിക്കും നീ വരുത്തല്ല അല്ലാ. ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണമല്ലോ. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ആര് എവിടെ എപ്പോ എങ്ങനെ കടന്നു മരിക്കുമെന്ന് അല്ലാഹുവിനല്ലാതെ പറയാൻ പറ്റൂല. 90 വയസ്സായ വലിയപ്പോഴും ആയാത്തിലുണ്ട്. 45-50 വയസ്സേ ആ കുട്ടിയുടെ വാപ്പാക്കുള്ളൂ. 45 കണ്ടാ തോന്നുള്ളൂ. ആ ചെറുപ്പം വീൽ ചെയറിൽ വന്നിരുന്നിട്ട് കരയാണ്. 4 മക്കളുടെ മയ്യത്ത് മൂടി പൊതിച്ച് കഫൻ തുണിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് സ്കരിച്ച് കബറിലേക്ക് അടക്കാണ്. ഒറ്റടിക്ക് ഉണ്ടാക്കിയ 4 മക്കളും കബറിൽ കണ്ടു പോവുകയാണ്. എന്താണ് ഈ മരണങ്ങളൊക്കെ അല്ലേ? ഞാനിപ്പോ ഈ പരിപാടി വരുന്നതിന് മുമ്പേ ഞാൻ പ്രസംഗിക്കാൻ പോയിരുന്നത് എൻമൂർ ഉറൂസിന് ഞാൻ പ്രസംഗിക്കാൻ പോയി. ഈ കഴിഞ്ഞ 17-ാം തീയതി അതിന്റെ അടുത്ത് പേരമുഖർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഈ കർണാടകയിൽ. കഴിഞ്ഞ കൊല്ലം ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയി. ആ പ്രസംഗിക്കാൻ പോകുമ്പോൾ അന്ന് വേറൊരു ഉസ്താദായിരുന്നു. ആ ഉസ്താദ് പോയതിന്റെ ശേഷം അവിടെ പുതിയതായിട്ടൊരു ഉസ്താദ് ചാർജ് എടുത്ത ഒരു ഫാദിലി ഉസ്താദ്, ചെറുപ്പക്കാരൻ. നിങ്ങളൊക്കെ യൂട്യൂബിലും ക്ലിപ്പിലൊക്കെ കണ്ടിരിക്കും അദ്ദേഹത്തെ. ഒരു 30-32 വയസ്സുള്ള നല്ല ചൊറുക്കനായ ഒരു ഉസ്താദ്, കാണാൻ നല്ല ഭംഗിയുള്ള കോമളനായ ഉസ്താദ്. അല്ലാഹ്
നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി കുഴഞ്ഞു വീണ് പള്ളി കിടന്ന് മൗത്തായി പോവുകയാണ്. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണമല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കണം. ഞാൻ വിചാരിക്കും എനിക്ക് 10 വയസ്സല്ലേ ആയിട്ടുള്ളൂ, എനിക്ക് 10 ആയിട്ടില്ല, ഇനി ഉണ്ടല്ലോ കുറെ കാലം, 10-35 ആയിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾ ആരും ചിന്തിക്കണ്ട കേട്ടോ. ഒരു ദിവസം കിട്ടിയാ കിട്ടി, നാളെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഭാഗ്യം, ഇല്ലെങ്കിൽ ഇന്നത്തോടെ തീർന്നു ഈ ദുനിയാവ്. അതുകൊണ്ട് ഒരു നിമിഷം കിട്ടിയാൽ അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി വിനിയോഗിക്കാൻ നമ്മൾ തയ്യാറാവണം. ഒരു നാട്ടിലൊരു വയലുണ്ട് എന്ന് കേട്ടാൽ അതിപ്പോ ഉസ്താദുമാര് കുറെ കാലമായില്ല വയല് പറയുന്നത്. ഞാൻ ഇപ്പൊ ഒന്ന് പോയില്ലെങ്കിൽ ഇനിയും കേൾക്കാലോ, യൂട്യൂബിൽ കാണാലോ. യൂട്യൂബിൽ കണ്ടാൽ മജ്‌ലിസിൽ വന്നിരുന്ന കൂലി കിട്ടില്ല കേട്ടോ. വയല് കേട്ടതിന്റെ കൂലി കിട്ടും, പക്ഷെ ഇൽമിന്റെ മജ്‌ലിസ് സ്വർഗ്ഗ പൂങ്കാവനമാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്. സ്വർഗ്ഗ പൂങ്കാവനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? നീ വന്നപ്പോ ആജിയാരിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഇക്കഴിഞ്ഞ കൊല്ലം ഞാൻ ഹജ്ജിന് പോയി, അൽഹംദുലില്ലാഹ്, സന്തോഷം. കുറച്ച് പ്രായമുള്ള ഒരു ആജിയാരാ. ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്ന വീട്ടിൽ വെച്ചിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇക്കഴിഞ്ഞ കൊല്ലം ഞാൻ ഹജ്ജിന് പോയി ഉസ്താദെ, അള്ളാഹു കബൂലാക്കട്ടെ എന്ന് ഞാൻ സാധുവായി ഞാൻ ദ്വാരക്കുകയും ചെയ്തു കേട്ടോ. നമ്മൾ പലരും ഹജ്ജിന് പോയവരാ, പോകാത്തവർക്കൊക്കെ വളരെ പെട്ടെന്ന് പോവാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണമല്ലോ. ഉംറ ചെയ്യാത്തവർക്ക് ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാത്തവർക്ക് മഖബൂലും മബ്റൂറുമായ ഹജ്ജുകൾ ചെയ്യാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ് കേട്ടോ. അപ്പോ അതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യങ്ങളാണ്. എത്ര കാലം ഇവിടെ ആര് ജീവിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്ലാം പരിപൂർണമതാക്കിയപ്പോ എല്ലാത്തിനും ഇസ്ലാമില് നിയമമുണ്ട്. നിയമമില്ലാത്ത ഒരു കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കണുണ്ടില്ലേ, വാലിന്റെ മജ്‌ലിസിൽ എങ്ങനെ ഇരിക്കേണ്ടത്? നിയമമുണ്ട്. കസേരയുടെ മുകളിൽ ഇരിക്കുമ്പോ ഇപ്പൊ എങ്ങനെ ഇരിക്കാൻ പറ്റുമോ? പക്ഷെ മജ്‌ലിസിൽ ഇരിക്കൽ ഇരുത്തല്ല, അത് നിലത്തിരിക്കണം. നല്ലൊരു പായൊക്കെ വിരിച്ചിട്ടായിരിക്കണമെങ്കിൽ ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കണ ഇരുത്താവണം മജ്‌ലിസിൽ ഇരിക്കേണ്ടത്. അറബികൾ കണ്ടിട്ടില്ല നിങ്ങൾ? ഗൾഫിലൊക്കെ പോയാൽ നമ്മളിരിക്കുന്ന പോലെ കാലിന്റെ ഉള്ളിൽ കൂടെ പളച്ചിട്ട് വരത്തിട്ടല്ലോ ഇരിക്കുക, ഒതുങ്ങിയിട്ട് അത്തഹിയ്യാത്തിന് ഇരിക്കണ പോലെ 2 കൈ തുടർ മുകളിൽ വെച്ചിട്ട് അവരിക്കുന്നുണ്ടല്ലേ. അതാണ് അദബിന്റെ ഇരുത്തം. അതാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കാണിച്ചു കൊടുത്ത് ഒരു മുത്തഅല്ലിമി എങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു മുത്തഅല്ലിമിന്റെ വേഷത്തിൽ വന്നിട്ട് ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന ചരിത്രം കിതാബിൽ നോക്കിയാൽ കാണാം. ആ ഇരുത്തമാണ് ഇരുന്നത്. അങ്ങനെ ഇവിടെ ഇൽമിന്റെ മജ്‌ലിസിൽ അങ്ങനെ ഇരിക്കേണ്ടത്. പക്ഷെ നമ്മളിപ്പോ കസേര ആയതുകൊണ്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ, അപ്പൊ അങ്ങനെ ഇരിക്കുക കേട്ടോ. ഇനി ഒരു മുസ്ലിം എങ്ങനെ ചിരിക്കേണ്ടത് നിങ്ങൾ ചിലർ ചിലർ അങ്ങനെ ഒരു ചിരി ഇസ്ലാമിലില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുമ്പോ അവിടുത്തെ 2 മുൻപല്ലിന്റെ വെളുപ്പ് കളറ് കാണുന്ന രൂപത്തിലല്ലാതെ ഹബീബായ തങ്ങൾ ചിരിച്ചിട്ടില്ല. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിച്ചിരിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ആ ചിരി ഇസ്ലാമിലില്ല കേട്ടോ. അത് കഴുതന്റെ ചിരിയാ. മുസ്ലിമീങ്ങൾ അങ്ങനെ ചിരിക്കാൻ പാടില്ല. ഹബീബായ തങ്ങൾ ചിരിച്ച ചിരിയാവണം നമ്മുടെ ചിരി, പുഞ്ചിരി. അവിടുത്തെ മുൻപല്ലിന്റെ വെളുപ്പ് കളർ കാണുന്ന രൂപത്തിലെ ഹബീബായ തങ്ങൾ ചിരിച്ചിട്ടുള്ളൂ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നോക്കിയാൽ കാണാം. ഇനി കരച്ചിലോ? അതിന് നിയമമുണ്ട്. ബാപ്പ മരിച്ചു, മരിക്കുമല്ലോ. ഉമ്മ മരിച്ചു, മകൻ മരിച്ചു, മകള് മരിച്ചു, ഭാര്യ മരിച്ചു, എല്ലാരും മരിക്കുമല്ലോ. മരിക്കാത്തവരാരും ഇല്ലല്ലോ. അപ്പൊ കരച്ചിൽ വരും. കരയാതിരിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനായ ഇബ്രാഹീം എന്ന കുട്ടി മരണപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ മകനാണ് ഇബ്രാഹീം എന്നൊരു കുട്ടിയുണ്ട്. ഏതാണ് ആ കുട്ടിയുടെ ഉമ്മ? അത്താഹു ഇബ്രാഹീമു മിൻ സുരിയ വ ഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ. മാരിയത്തുൽ ഖിബ്തിയ എന്ന ഭാര്യയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനുണ്ടായ കുട്ടിയാണ് ഇബ്രാഹീം റളിയല്ലാഹു അൻഹു എന്ന കുട്ടി. ആ കുട്ടി മരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിയുടെ മയ്യത്ത് ഖബറടക്കുകയാണ്. ഖബറിലേക്ക് ആ കുട്ടിയുടെ മയ്യത്ത് അങ്ങ് വെച്ചപ്പോൾ ഹബീബായ തങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരിങ്ങ് ഒലിച്ചിറങ്ങിയിട്ട് താടിരോമത്തിന്റെ മോളിലൂടെ വന്നിട്ട് ഖബറിലേക്ക് കണ്ണീരിങ്ങനെ വീഴുകയാണ്. ഇതാരാണ് കാണുന്നത്? ഉമർ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാഴ്ച കാണുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്, തങ്ങളെ, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലേ, തങ്ങൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? തങ്ങളുടെ കുട്ടി മരിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലേ, മൗത്തും ഹയാത്തും ഒക്കെ അല്ലാഹ് തരുന്നതല്ലേ, തങ്ങൾ ഇങ്ങനെ നിലവിളിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖത്ത് നോക്കി മുത്തുനബി പറയാണ്, ഉമറേ, കണ്ണുനീര് റൗഫത്താണ് കേട്ടോ. ഒരു മനുഷ്യൻ കരയുമ്പോ കണ്ണുനീര് വരുന്നത് തെറ്റല്ല, അത് പാപമല്ല, അത് കുറ്റമല്ല. പാപ്പ മരിച്ചാ കരച്ചിൽ വരും, ഉമ്മ മരിച്ചാ കരച്ചിൽ വരും, ഉസ്താദ് മരിച്ചാ കരച്ചിൽ വരും, മക്കള് മരിച്ചാ കരയേണ്ടി വരും, വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചാൽ കരയോ. അപ്പൊ കണ്ണുനീരിങ്ങനെ വലിച്ചിറങ്ങുന്നത് തെറ്റല്ല. കണ്ണുനീരൊലിച്ചിട്ട് കരയാം, ആ കരച്ചിൽ ഇസ്ലാമിന്റെ കരച്ചിലാണ്. പക്ഷേ ചിലവരുണ്ട്, മരിച്ചു എന്ന് കേട്ടാൽ അരോ പോയലോ പോയലോ, നെഞ്ഞത്തൊരടി, തലേമൊരടി, ഒരു കുത്ത്, ഒരു ചാട്ടം, വാച്ചുക വസ്ത്രമൊക്കെ വലിച്ചു കീറുക, പിന്നെ ആ ഉരുളല് പെരളല്. ഇസ്ലാമിലില്ലാട്ടോ, ഇസ്ലാമിലില്ലാട്ടോ. ആര് മരിച്ചാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്, അല്ലാഹുവിലേക്കാണ് നമ്മുടെ മടക്കം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും, ഒരാളും മരിക്കാത്തവരില്ല. മരണം ഇല്ലാതിരുന്നുവെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതോടെ ഉറപ്പിച്ചോ, എല്ലാരും മരിക്കും. ജിബ്രീലും മരിക്കും, അസ്റായീലും മരിക്കും, മീകായിലും മരിക്കും, ഇസ്രാഫീലും മരിക്കും. പിന്നെ ബാക്കി പറയാണ്ടോ? ജിബ്രീലും പോകും. എല്ലാരും റൂഹ് പിടിക്കുന്ന ആളാരാണ്? അസ്റായീൽ, മൂപ്പരും മരിക്കും. എല്ലാരും റൂഹ് പിടിക്കുന്ന അസ്റായീലും മരിക്കും. അല്ലാഹ് അല്ലാത്ത എല്ലാതും പോകും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തിന്റെ രുചി അറിയും. അല്ലാഹു തആല നമുക്ക് ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ മരിക്കും, അപ്പൊ വേദന വരുമ്പോ കരയും. കണ്ണുനീരൊലിപ്പിച്ചുള്ള കരച്ചിൽ തെറ്റല്ല, പക്ഷെ നെഞ്ഞത്തടിക്കാൻ പാടില്ല, അട്ടഹസിക്കാൻ പാടില്ല, മുടി വലിച്ചിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പ്രേതം പോലെ നടന്നിട്ടുള്ള കരച്ചില്, അതൊന്നും ഇസ്ലാമിലില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ദുഃഖം വരുമ്പോൾ ക്ഷമിക്കണം, സന്തോഷം വരുമ്പോഴും അമിതമായ ആഹ്ലാദം പാടില്ല. സന്തോഷിക്കാൻ ഇസ്ലാമിൽ അനുമതിയുണ്ട്. ഇപ്പോ കല്യാണം, വിവാഹം സന്തോഷിക്കാം, സന്തോഷിക്കാം, പക്ഷേ പോക്കിരിത്തരങ്ങൾ കാണിക്കരുത്. നമ്മുടെ കർണാടകയിലുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം ഞാനിവിടെ അടുത്തൊന്നിപ്പോ ഒരു കല്യാണത്തിൽ ഞാൻ കൂടിയിരുന്നു സുരുബയിൽ. എന്റെ സുഹൃത്ത് അസീസ്, ഈ പരിപാടി അദ്ദേഹമാണ് എന്നെ വിളിച്ച് ഏൽപ്പിച്ചത്. ഞാൻ വേറെ ഒന്നുമില്ല, അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ആ പരിപാടിക്കൊന്ന് പോണം. വേറെ ഒന്നും നോക്കിയില്ല. അയാളും ഞാനും തമ്മിൽ, അസീസ് അത്ര വലിയ കോടീശ്വരനൊന്നും അല്ല കേട്ടോ. നമ്മൾ വിചാരിക്കും വല്ല ഏനപ്പായിട്ടാണോ ഉസ്താദായിട്ട് ഇത്ര ബന്ധം ഉണ്ടാവണമെങ്കിൽ. അയാൾ പറഞ്ഞിട്ട് ഉസ്താദ് ഇവിടെ വരണമെങ്കിൽ അയാൾ അടക്ക പൊളിക്കാൻ പോണ ഒരു തൊഴിലാളി, പാവാണ്, സാധുവാണ്. അപ്പൊ സാധുക്കളും നമുക്ക് കൂട്ടത്തിൽ വേണ്ടേ? മൗലാളിമാരും എന്റെ ഫ്രണ്ടുകളുണ്ട്. മുഖ്യമന്ത്രി, ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്റെ ഫ്രണ്ടാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായിട്ട് ഞാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ അടുപ്പുണ്ട്. UT ഖാദർ സാഹിബുമായിട്ട് അടുപ്പുണ്ട്. അങ്ങനെ ഇവിടുത്തെ മന്ത്രിമാരൊക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞ 12 വർഷം കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കോടതിയിലെ ജഡ്ജിക്ക് സമാനമായ പോസ്റ്റ് അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾക്കറിയാം ആ കഥകളൊക്കെ. അപ്പൊ ഒരുപാട് ഹൈ ലെവലുള്ള ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും MLA-മാരും MP-മാരും മുതലാളിമാരും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. അസീസിനെ പോലത്തെ അടക്ക പൊളിക്കുന്ന തൊഴിലാളികളുമായിട്ടും ബന്ധമുണ്ട്, അസീസുമായിട്ടുള്ള ബന്ധം. അതുപോലെ കെമാറയിൽ വരുമ്പോൾ എപ്പോഴും ഞാൻ ചെന്ന് താമസിക്കുന്ന ഒരു വീടാണ് സാധുവായ അനീഫാന്റെ വീട്. ഒരു സാധുവായ എളിമയുള്ള ഒരു മനുഷ്യനാണ്, ഒന്നുമില്ല, കൂലിപ്പണി നടത്തുന്ന ഒരു സാധാ തൊഴിലാളിയാണ്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കൊക്കെ നീ ബറക്കത്ത് നൽകണമല്ലോ. ആ സഹോദരൻ പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കി പറയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാത്തിനും നിയമം പഠിപ്പിച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ ഇസ്ലാം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നത്. സന്തോഷം രേഖപ്പെടുത്ത വിവാഹം, ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുത്തു, അവിടെ കുഴപ്പമൊന്നും കണ്ടില്ല.
അതുപോലെ തന്നെ ആവും കർണാടകയിലല്ലോ എന്നാ. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല കേട്ടോ. കേരളത്തിൽ അള്ള കുറച്ച് ഞാമത്തും ബർക്കത്തും ഒക്കെ തന്നിട്ടുണ്ട്. അത്യാവശ്യം ചില ഞാമത്തും ബർക്കത്തൊക്കെ കിട്ടിയപ്പോ നമ്മുടെ ഗവൺമെന്റ് ഇടയിലുള്ളൂ. ഒരു കല്യാണത്തിന് ഒരാൾക്ക് തിന്നാനുള്ള ചോറ് കൊടുത്താൽ പോരെ? നിങ്ങൾ ചിന്തിക്കണം, ഒരു കല്യാണത്തിന് ഒരാൾക്ക് തിന്നാനുള്ള ചോറ് കൊടുത്താൽ പോരെ? ഒരാൾക്ക് എന്തിനാ 1500 രൂപയുടെ ചോറ്? ഇപ്പം തിന്നോ? പെർ ഹെഡ് 1500 രൂപ. ഞാൻ നാളെ പോയി ഒരു കല്യാണത്തിന്, അപ്പൊ ഒരു പ്ലേറ്റ് എടുത്തപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ തിന്നാലും തിന്നതിലും 1500 അയാളെ പോയി. പ്ലേറ്റ് വലിച്ചാൽ മതി, ഒരു പ്ലേറ്റ് ചിക്കൻ, മട്ടൻ, ബീഫ്, പൊരിച്ചത്, കരിച്ചത്, തൂളിയത്, വെച്ചത്, മറിച്ചത്, ഒരു 52 ഐറ്റം. എന്തടാ ഇവൻ തെച്ചാല ഇതൊക്കെ വാരി വെച്ച് കയറ്റാൻ? എന്തിനാ സുഹൃത്തെ 1500 രൂപയുടെ ഫുഡ്? ഒരു മനുഷ്യൻ എത്ര തിന്നാൻ പാടുള്ളൂ ചേട്ടങ്ങള്? കണ്ടതൊക്കെ വാരി വെച്ച് തിന്നാ? ഒരു മനുഷ്യന്റെ തിന്നണേന് റസൂലുള്ള നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ഇവിടെ എത്ര തിന്നാ? എത്ര തിന്നാ? മനുഷ്യന്റെ വയറിന്റെ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 ഫ്രീ. അത് മട്ടനായാലും ചിക്കനായാലും ബിരിയാണി ആയാലും മന്തി ആയാലും കുഴിമന്തി ആയാലും ഏതായാലും ഇത്രേ പാടുള്ളൂ കേട്ടോ. 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1 ഭാഗം ഫ്രീ. അങ്ങനെയാണ് നീ ഭക്ഷണം കഴിച്ചതെങ്കിൽ നിനക്ക് കുടലിന് ക്യാൻസർ ഇല്ല, നിന്റെ കുടലിന് മാരകമായ രോഗമില്ല, നിനക്ക് ഗ്യാസൈറ്റിസിന്റെ അസുഖമില്ല കേട്ടോ. ഇസ്ലാമിന്റെ ഭക്ഷണക്രമം നമ്മൾ ഫോളോ ചെയ്യണം. അതുകൊണ്ട് കല്യാണം എന്ന് വെച്ചിട്ട് കോടികൾ ദൂർത്തടിക്കരുത്. അതുപോലെ പുതിയാപ്പളുടെ ഒരു വരവുണ്ട് കല്യാണത്തിന്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മയ്യത്തും കട്ടല് പുതിയാപ്പളനുണ്ട്. ദിക്റും കൂടി ചെല്ലിയ ഉഷാറായിരുന്നു. പുതിയാപ്പള കൊണ്ടുവരികയാണ് മയ്യത്തും കട്ടല്. എന്തൊരു പോക്കിരിത്തറ! ഇതൊക്കെ ചെയ്യണത് നമ്മുടെ കൗമാണ്, ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളല്ല, മറ്റ് കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റീസ് അല്ല. കൗമ് നമ്മുടെ കൗമ്. അള്ള കുറച്ച് ചില്ലറ കൊടുത്തു, കുറച്ച് സൗകര്യം ഉണ്ടായി, ഗൾഫിൽ പോയി 10 കാശ് കിട്ടി. അതിന്റെ നെതലം കാണിക്കരുത് പ്രിയപ്പെട്ടവരെ. ഒരൊറ്റ സെക്കൻഡ് മതി. ഫലസ്തീൻ രാജ്യത്തിലേക്ക് നിങ്ങൾ നോക്ക്. ഒരു വീഡിയോ കണ്ടപ്പോ കണ്ണ് നിറഞ്ഞുപോയി. നിങ്ങളുടെയും കണ്ണ് നിറയും. ഒരു കുട്ടി, ഫലസ്തീനിലുള്ള കുട്ടി പറയാണ് അറബിയില്, 16 ദിവസമായി എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഫലസ്തീനിലെ കുട്ടി അതാ നിരത്തിരുന്നിട്ട് മണലിങ് വാരിയിട്ട് വായിലിട്ടിട്ട് കടിച്ച് ചമച്ച് തിന്നുകയാണ്. മണലാ തിന്നുന്നത്. 16 ദിവസമായി ഭക്ഷണം കിട്ടാത്ത ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടി മണല് തിന്നുകയാണ്. വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, നിങ്ങളെ ധനം തന്നിട്ടും പരിശോധിക്കും, മക്കളെ തന്നിട്ടും പരിശോധിക്കും, മക്കളെ തരാതെയും പരിശോധിക്കും. മക്കളും മുതലൊക്കെ നിങ്ങളുടെ പരീക്ഷണമാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. മുതലും മക്കളൊക്കെ ദുനിയാവിന്റെ ആഡംബരങ്ങളാണ്, സാലിഹായ സൽക്രമങ്ങൾ മാത്രമാണ് അല്ലാഹുവിന്റെ അടുത്ത് ബാക്കിയാകുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ മിതത്വമുള്ളവരാകണം, ദീനിൽ അടിയുറച്ചു നിൽക്കുന്നവരാകണം, നിസ്കാരം ഖളാ ആകാതെ കൊണ്ടുപോകാൻ നോക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാകണം, സാദാത്യങ്ങളെ ബഹുമാനിക്കുന്നവരാകണം, ഇൽമുമായി ബന്ധപ്പെടുന്നവരാകണം. മരണം നമ്മുടെ കൂടെ എപ്പോഴും 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 ഉണ്ട്. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പരിപാടി സമാപിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ അവിടെ പറഞ്ഞില്ലേ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മാലാം ഖലീഫ. ആരാണ് അലി? ഞാൻ മദീനയിലെ അറിവാണ്, അതിലേക്ക് വരുന്ന വാതിലാണ് അലി എന്ന് റസൂലുള്ള പറഞ്ഞ സഹാബിയാണ്. അള്ളാന്റെ റസൂലിന്റെ കൂടെ 7 or 9 വയസ്സ് പ്രായമുള്ള സമയത്ത്, മീശ മുളക്കാത്ത സമയത്ത് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച ആളാണ് അലി കേട്ടോ. അലി ഇബ്നു അബീ ത്വാലിബ്. എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നു? അലി ഇബ്നു അബീ ത്വാലിബ്. എന്താ പറയാന്നറിയാൻ വേണ്ടിട്ട് തന്നെ ഇവിടെ നിന്ന് പറയുന്ന കേട്ടോ നിങ്ങള്. അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞപ്പോ ഇവിടെ നിന്നൊരു വചനം കേട്ടോ, കറമല്ലാഹു വജ്ഹഹു. ഇവിടെ നിങ്ങൾ പറഞ്ഞ എന്തേ പറഞ്ഞേ തെറ്റൊന്നുമില്ല കേട്ടോ. റളിയല്ലാഹു അൻഹു, രണ്ടും ശരിയാണ്. പക്ഷേ ഏറ്റവും അനുയോജ്യം കറമല്ലാഹു വജ്ഹഹു എന്നാവണം അലിയാരുടെ പേര് കേട്ടാ പറയേണ്ടത്.
എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹു അദ്ദേഹത്തിന്റെ മുഖത്തെ ആദരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ബഹുമാനിക്കട്ടെ എന്നാണ്. എന്താണ് അലിയാരുടെ പേര് കേൾക്കുമ്പോ മാത്രം ഇങ്ങനെ? അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, ഉസ്മാൻ ദിന്നൂറൈൻ വഅലിയുൻ കറമഹുല്ലാഹ്. അലിയാരുടെ പേര് മാത്രം കേൾക്കുമ്പോൾ എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം? ഖതീലുൽ കുഫാരീന ളരിബ് ഉനുകിൽ കസ്റൽ കസ്റ അലി ഹൈദർ അസദുല്ലാഹി അൻഹു റളിയല്ലാഹ് ജമീഉൽ ഖുർആനി أنفق مالا خيرا خيرا عثمان ذي النورين عنه رضي الله فريق بين حق وباطل القهر القهرا عمر ولي فاروق الله عنه رضي الله أفضل صحابة آنسوه سرورا سرورا أبو بكر صديق الله عنه رضي الله. ഖുലഫാഉർ റാഷിദീങ്ങളിൽ ആരും മോശക്കാരല്ല. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. ഇവര് നാലാളും സ്വർഗ്ഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. നാലാൾക്കും നാല് പ്രത്യേകതകൾ വേറെയുണ്ട്. അതിലേക്ക് പറയാൻ സമയമില്ല. എന്നാൽ ഈ പറഞ്ഞ കാര്യം മാത്രം കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്താണ് അലിയാരുടെ പേര് കേൾക്കുമ്പോ കറമല്ലാഹു വജ്ഹഹു എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബിന്റെ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ റളിയല്ലാഹു അൻഹു. എന്താ കാരണം എന്നറിയോ? 7-9 വയസ്സ് പ്രായമുള്ള മീശ മുളക്കാത്ത സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന കുട്ടിപ്രായത്തിൽ തന്നെ റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയ ആളാണ് ആര്? അലിയാരെന്ന ഖാജ. അതുകൊണ്ടാ ഫാത്തിമ ബീവിനെ കെട്ടിച്ചു കൊടുത്തത്. ഫാത്തിമ ബീവിനെ കെട്ടാൻ എത്ര മോലാളിമാരെ ക്യൂ നിന്നറിയോ? ആർക്കാ? റസൂലുള്ളാഹിന്റെ പൊന്നാര മോള ഫാത്തിമ. ഫാത്തിമാനെ പറ്റി മുത്തനബി പറഞ്ഞത് ഫാത്തിമത്തു ബദ്അത്തു മിന്നി, ഫാത്തിമന്റെ കരളിന്റെ കഷ്ണാണ്. അത്ര ഇഷ്ടമാണ് റസൂലുള്ളാഹിക്ക് ഫാത്തിമാനോട്. സൈനബ ബീവിയോട് ഇഷ്ടമാണ്, മറ്റു ബീവിമാരോടൊക്കെ നബി തങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ചില കുട്ടികളോട് നമുക്കൊരു പൊടി സ്നേഹം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ചെറിയ കുട്ടിയോട് ചിലപ്പോ ആപ്പാക്കും ഉമ്മാക്കും ഒരു ലേശം സ്നേഹം ഉണ്ടാവും. ചിലപ്പോൾ അത് വയ്യോനോടാവും എന്ന് വെച്ച് മറ്റു 3 എണ്ണം ഉണ്ടെങ്കിൽ അവരോട് മോശമൊന്നുമില്ല, അവരോട് വെറുപ്പൊന്നുമില്ല, സ്നേഹം തന്നെ. പക്ഷെ ഒരു പൊടി. ഈ ആലൂക്കാസ് ജ്വല്ലറിയുടെ പരസ്യം കൊടുക്കാറുണ്ട്. കേരളത്തിൽ ആലൂക്കാസ് ജ്വല്ലറി തൊട്ടൊരു ജ്വല്ലറി, ആ ജ്വല്ലറിയുടെ പരസ്യം കൊടുക്കുമ്പോൾ കൊടുക്കാറുള്ള എന്താണോ? ഒരു പണത്തൂക്കം മുന്നിൽ എന്നാണ് കൊടുക്കാറ്. എന്ന പോലെ ഒരു പണത്തൂക്കം സ്നേഹം ഏതെങ്കിലും ഒരു മക്കളോടുണ്ടാവും. വാപ്പാക്ക് 5 മക്കളുണ്ടെങ്കിൽ പറയുമ്പോഴൊക്കെ ഈ 5 പേരിലും ഒരുപോലെ തന്നെയാണ് അല്ലേ? എന്നാലും ഈ 5 പേരിലും ഒരുപോലെ. പക്ഷെ എന്നാലും ഒരു പൊടി ഇതിനോട് സ്നേഹില്ലേ. അതുകൊണ്ടല്ലേ ഇതുമ്മ മോതിരട്ടത്. എന്താ മുത്തുനബി ഈ ചെറുവിരൽ, ഇതാണ് മോതിരല്, സുന്നത്തായ വിരല്, വലത്തെ കയ്യന്റെ ചെറുവിരലിലാവണം മോതിരം. അത് ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ ഒരു കുട്ടിയോട് ഒരു പൊടി സ്നേഹം, അത് അനീതിയൊന്നുമല്ല കേട്ടോ. മുത്തുനബിക്ക് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടാകുന്ന ആരോടാണെന്നറിയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. എന്താ ഇതിന്റെ കാരണം? ഹദീസിന്റെ കിതാബും ചരിത്രത്തിന്റെ കിതാബും നോക്കിയാ കാണാം. ആയിഷ ബീവി പറയാണ്, ഹബീബായ തങ്ങൾ മരിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ മരിച്ചപ്പോ എനിക്ക് വിഷമം സഹിക്കാൻ വയ്യാതെ ഞാനിങ്ങനെ കരയാണ്. റസൂലുള്ളാഹിനെ എങ്ങനെ ഓർക്കാതിരിക്കുന്ന ആലോചിച്ച് കരയുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഫാത്തിമാനെയാണ്. ഞാൻ ഫാത്തിമാനെ വിളിപ്പിച്ചു. എന്റെ ഫാത്തിമനെ വിളിക്കാൻ? ഫാത്തിമയുടെ ചിരി റസൂലുള്ളാഹിന്റെ ചിരി പോലെയാണ്. ഫാത്തിമയുടെ നടത്തം റസൂലുള്ള നടക്കണ പോലെയാണ്. ഫാത്തിമ ബീവിയുടെ നിറം ഏറെക്കുറെ റസൂലുള്ളാഹിന്റെ നിറം പോലെയാണ്. ഫാത്തിമ ബീവിയുടെ ചുണ്ട് റസൂലുള്ളാഹിന്റെ ചുണ്ട് പോലെയാണ്. ഫാത്തിമ ബീവി റസൂലുള്ള അങ്ങനെ മുറിച്ചു വെച്ച പോലെയാണ്. അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഫാത്തിമത്തു ബദ്അത്തു മിന്നി, ഫാത്തിമന്റെ കരളിന്റെ കഷ്ടമാണ് കേട്ടോ. ആ
ഫാത്തിമ ബീവിനെ കെട്ടാൻ ലോക കോടീശ്വരന്മാര് കാത്തിരുന്നു. ഫാത്തിമാനെ കിട്ടുമോ, ഫാത്തിമാനെ കിട്ടുമോ, ഫാത്തിമാനെ കിട്ടുമോ എന്ന് അള്ളാന്റെ റസൂലിനോട് വന്നിട്ട് ചോദിച്ചു. വലിയ കോടീശ്വരന്മാരായ സഹാബത്ത് ചോദിച്ചു, നബി തങ്ങൾ കൊടുക്കൂല കൊടുക്കൂല കൊടുക്കൂല. അവസാനം അലിയാര് വരികയാണ്. അലിയാരുടെ ജോലി എന്താണെന്നറിയോ? ഒട്ടകങ്ങൾക്ക് പുല്ലരിയുക. യഹൂദികളുടെ ഒട്ടകങ്ങൾക്ക് പുല്ലരിഞ്ഞു കൊണ്ടുപോയിട്ട് ആ പുല്ല് ഒട്ടകത്തിന് വിറ്റ് കിട്ടുന്ന നക്കാപ്പിച്ച പൈസ കൊണ്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, സ്വന്തമായൊരു വീട് പോലുമില്ലാത്ത ആ പാവപ്പെട്ട അലിയാരി വന്ന് നബി തങ്ങളോട് ചോദിച്ചു, അങ്ങയുടെ കരളിന്റെ കഷ്ടമായ ഫാത്തിമാനെ എനിക്ക് തരുമോ നബിയേ? ഹബീബായ തങ്ങൾ പറഞ്ഞു, തരാ. അതാവണം കല്യാണം കേട്ടോ. കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ നോക്കേണ്ടത് ചെക്കന്റെ സ്വത്തിലേക്കല്ല, അവൻ വരുന്ന ബെൻസ് കാറാണോ, റോൾസ് റോയ്സ് ആണോ, BMW ആണോ, ഇതൊന്നല്ല നോക്കേണ്ടത്. ദീനുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കണം, ദീനുള്ള ചെക്കനെ തെരഞ്ഞെടുക്കണം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയാരുടെ ദീനാണ് നോക്കിയത്. അലിയാരുടെ ദീന് നോക്കി. ഒരു ഉടുതുണിക്ക് മറുതുണിക്ക് വകയില്ല അലിയാരോട്. ആ അലി വന്നിട്ട് ഫാത്തിമാനെ തരുമോ നബിയെ? തരാം. കെട്ടണമെങ്കിൽ മഹർ വേണ്ടേ? അലിയാരുടെ കയ്യിൽ പൈസ ഇല്ല മഹർ മേടിക്കാൻ. അള്ളാന്റെ റസൂല് പറഞ്ഞു, മോതിരം വേണം, സ്വർണം വേണം, മഹർ പറഞ്ഞു മേടിക്കാലോ. അലിയാർ പറഞ്ഞു, തങ്ങളെ എന്റെ കയ്യിലില്ല, നീ പോയിട്ട് മേടിച്ചോണ്ടോ. അപ്പൊ നേരെ പോയി അലിയാർ ആരെടുത്തേക്ക്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ലോക കോടീശ്വരനാണ്. എന്തെങ്കിലും ഉണ്ടായിരിക്കണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആരാന്ന് നിങ്ങൾ വിചാരിച്ചു? 4 കൈന്റെ മുതലാളിയാന്ന് വിചാരിച്ചു നിങ്ങൾ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിയുടെ പേരറിയോ മോനെ? അറിയോ? ഒരു കിസ് മത്സരം പറഞ്ഞ സമ്മാനം തരാം. അറിയോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി, കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി എം എ യൂസുഫ് അലിയാർ. കർണാടകയിലെ അതാണ് ഐ ഡോണ്ട് നോ, ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി മുകേഷ് അംബാനിയാണ്. 1,42,000 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് ഇന്നാളെ ഞാനൊരു പത്രത്തിൽ വായിച്ചു. ഇത് ബുഖാരി മുസ്ലിമിലുള്ള ഒന്നല്ല കേട്ടോ, പത്രത്തിൽ വരുന്ന കിതാബിൽ വരുന്നതാണ് കേട്ടോ. മുകേഷ് അംബാനി, റിലയൻസിന്റെ മുതലാളിയായ അംബാനി. അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ 2ാമത്തെ മുതലാളി ആരാന്നറിയോ? അദാനിയാണ്. അദാനി കേട്ടിട്ടില്ലേ? അദാനി ഗ്രൂപ്പ്. അയാളാണ് 2ാമത്തെ കോടീശ്വരൻ ഇന്ത്യയിലെ. കർണാടകയിലും കേരളത്തിലല്ല, ഓൾ ഇന്ത്യയിലെ പറയുന്നത്. എന്നാൽ ഈ അടുത്ത ദിവസം ഒരാള് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇന്ന് അദാനിയുടെ കയ്യിലിരിക്കുന്ന സ്വത്തിന്റെ 2 ഇരട്ടി സ്വത്ത് അന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും വലിയ മുതലാളി ആരാ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അല്ലാഹ് മഹാന്റെ ഖബർ ജന്നത്തുൽ ബഖീല കാണാൻ വിധിയാക്കണമല്ലോ. സ്വർഗത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കൂടെ ഞങ്ങൾക്ക് നിൽക്കാൻ തൗഫീഖ് നൽകണമല്ലോ. ആ സമ്പത്ത് മുഴുവൻ റസൂലുള്ളാഹിക്ക് കൊടുത്തത്. തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നബി ചോദിച്ചു, ഉസ്മാനെ, സഹാബത്തിന്റെ കയ്യിൽ 10 പൈസല്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, ഒട്ടകല്ല, കുതിരല്ല, ഒന്നുമില്ല, ഈ എന്താ തരിക ചോദിച്ചു. മുതലാളിയാണ്. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നബിയെ 100 ഒട്ടകം, അതിന് ചുമക്കാനുള്ള ആയുധം, അങ്കി എല്ലാം ഞാൻ. 100 ഒട്ടകവും അതിന് വേണ്ടപ്പെട്ടതൊക്കെ. 100 ഒട്ടകം അക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് 100 ബെൻസ് കാറിന് സമാനാന്ന് വെച്ചോ മിനിമം. അന്ന് ഒരു ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒരു ബെൻസ് കാറിന് തുല്യ. അപ്പൊ 100 ബെൻസ് കാർ ഇന്ന് തരുന്ന പോലെയാണ് അന്നത്തെ 100 ഒട്ടകം. മുത്തനബി പറഞ്ഞു, ഉസ്മാനെ ഒന്നും കൂടി തന്നൂടെ വെച്ചു. അപ്പ ലോക കോടീശ്വരനായ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, എന്നാ നബിയെ ഒരു 100 ഒട്ടകം വീണ്ടും. അപ്പൊ എത്രയായി? 200. അതിന്റെ അങ്കി, ആയുധം, ഭക്ഷണം അത് വേറെയും തരാം. അപ്പോഴും റസൂലുള്ളാഹി ചോദിച്ചു, ഉസ്മാനെ ഒന്നും കൂടി തരാൻ പറ്റുമോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ വീണ്ടും ഒരു 100 ഒട്ടകം. അങ്ങനെ 300 ഒട്ടകങ്ങളും അതിനു ചുമക്കാനുള്ള ആയുധങ്ങളും അങ്കികളും തബൂക്ക് യുദ്ധത്തിന് സംഭാവന തന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അദാനിയെ വെല്ലുന്ന കോടീശ്വരനാണ് ഉസ്മാൻ. ആ ഉസ്മാൻ തങ്ങളുടെ അടുത്ത് ചെന്ന് അലിയാർ ചെന്നിട്ട് പറഞ്ഞു, ഫാത്തിമാനെ നിക്കാഹ് പറഞ്ഞപ്പോ നബി തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഉസ്മാനെ മഹർ വാങ്ങാൻ കയ്യില്ല, ഒരു സ്വർണമോതിരം തരുമോ?
പിശുക്കില്ലാതെ ഉസ്മാൻ തങ്ങളൊരു സ്വർണ്ണ മോതിരം എടുത്ത് അലിയാരുടെ കയ്യിൽ കൊടുത്തു. ആ മോതിരം കൊണ്ടാണ് ഫാത്തിമ ബീവിനെ കല്യാണം കഴിക്കാൻ ബഹുമാനപ്പെട്ട അലിയാരി പോയത്. അങ്ങനെ ആ മോതിരം മഹർ കൊടുത്തിട്ട് ഫാത്തിമാനെ നിക്കാഹ് കഴിച്ചിട്ട് സുഖസുഷമായി ജീവിച്ചു. അതിലുണ്ടായ മക്കളാണ് ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അലിയാരുടെ പേര് കേട്ട എന്താ കറമല്ലാഹു വജ്ഹു പറയുന്നത്? അതും ഒരു ചരിത്രവും ബാക്കി വെച്ചിട്ടാണ്. ആ രണ്ട് ചരിത്രം പറഞ്ഞ് ഞാൻ ഓർത്തുട്ടോ. പറയണമെന്ന് കുറെ ആഗ്രഹമുണ്ട്. പഴയ വയസ്സല്ല. ഞാൻ ഈ കർണാടകയിൽ വരാൻ തുടങ്ങിയിട്ട് 42 കൊല്ലായി. ഇപ്പൊ വയസ്സ് 60-നോടടുത്തിരിക്കുകയാണ് എന്ന് വെച്ചിട്ട് അത് പറയാൻ തടസ്സമൊന്നുമില്ല. അവിടെയൊക്കെ ദുആ ബർക്കത്തുണ്ടെങ്കിൽ ഇനിയും നീട്ടി പറയാനൊക്കെ സാധിക്കും. പക്ഷെ നിങ്ങളിൽ പലരും വയസ്സായവരും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, മറ്റു വലിയ അസുഖങ്ങളുള്ളവരാണ്. അവരെ ഉദ്ധരിത്തുന്നത് ഒരു അദബുകേടാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്തും എന്ന് പറഞ്ഞത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യണം. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ കറമല്ലാഹു വജ്ഹു എന്ന് പറയണമെന്ന് മഹാന്മാർ പറയാനുള്ള കാരണം, റളിയല്ലാഹു അൻഹു പറഞ്ഞാലും മതി. പക്ഷെ ഒരു കറമല്ലാഹു വജ്ഹു പിന്നെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ തല കുനിക്കാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഇമാമുന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മറ്റു പലരും ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പേ അറിവില്ലാത്ത കാലഘട്ടത്തിൽ അല്ലാഹുവല്ലാത്തവരുടെ മുമ്പിൽ തല കുനിച്ചിട്ടുണ്ട്. അലിയാരി ചെറുപ്പത്തിൽ തന്നെ മുസ്ലിമായി. 7 or 9 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇസ്ലാമിലേക്ക് വന്നു. അന്ന് മീശ മുളച്ചിട്ടില്ല അലിയാർക്ക്. കുട്ടിപ്രായത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ കൂടി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അലിയാർ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടാവും. ഹിജറ പോകുമ്പോ മുത്തുനബിയുടെ പേര് പുതപ്പെടുത്ത് കൂടി പോച്ച് അവിടെ കിടന്നുറങ്ങി. അബൂജാഹിലും പാർട്ടിയും വിചാരിച്ചു ആ കിടക്കുന്ന നബി എന്നെ നേരം വെളുക്കോളം കാവലിന്ന്. നേരം വെളുക്കുമ്പോ സുബൈസ്കരിക്ക് അലിയാർ നീച്ചു വന്നപ്പോ നബി അവിടെ നബിയൊക്കെ എന്നെ പോയി. അപ്പോഴാണ് ആ വിരിപ്പിൽ കിടന്നത് അലിയാരാന്ന് മനസ്സിലാക്കിയത്. അതുവരെ ഹബീബായ തങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച മഹാനാണ് അലി റളിയല്ലാഹു അൻഹു. അതിനുള്ള സമ്മാനാണ് ഫാത്തിമ ബീവിനാണ് കെട്ടിച്ചു കൊടുത്തു. ഫാത്തിമ ബീവിന് 2 മക്കളുണ്ടായി, ഹസൻ, ഹുസൈൻ. ആ ഹസൻ ഹുസൈനാണ് എല്ലാ തങ്ങന്മാരുടെയും മോരട്. താജുൽ ഉലമയായാലും ബഹുമാനപ്പെട്ട താജുൽ ഉലമയായാലും ഖലീൽ തങ്ങളായാലും പാണക്കാട് തങ്ങളായാലും ഏത് തങ്ങളായാലും ജിഫ്രി മുത്തുക്കോയ തങ്ങളായാലും അവരൊക്കെ ഹസൻ തങ്ങളുടെ ഹുസൈൻ തങ്ങളുടെ മക്കളാണ്. ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ തങ്ങന്മാരും അലിയാരുടെ മക്കളായ ഹസൻ ഹുസൈനിന്റെ മക്കളാണ്. അള്ളാന്റെ റസൂലിന്റെ കുടുംബം നിലനിൽക്കുന്നത് അലിയാരുടെ ഫാത്തിമയുടെ വഴിയിലൂടെയാണ്. വലിയ ഭാഗ്യമല്ലേ? ജീവിതത്തിൽ ഒരിക്കലും ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ തലകുനിക്കാത്ത, അള്ളയല്ലാത്ത ഒരാളുടെ മുമ്പിലും തലകുനിക്കാത്ത തലയുടെ ഉടമസ്ഥനാണ് അലിയാര്. അതാണ് ആ പേര് കേൾക്കുമ്പോ പറയുന്നത് കറമല്ലാഹു വജ്ഹഹു. അല്ലാഹു അദ്ദേഹത്തിന്റെ മുഖത്തെ ആദരിക്കട്ടെ. കാരണം ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ, അള്ളയല്ലാത്തൊരു സൃഷ്ടിയുടെ മുമ്പിൽ ഒരിക്കലും അലിയാര് സുജൂദ് ചെയ്തിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമാനെ കല്യാണം കഴിച്ചു. സുഖലോലുപന്മാരായി ഇങ്ങനെ ജീവിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മരണം കഴിഞ്ഞ് അധികം വൈകുന്നതിന്റെ മുമ്പേ ഒരു ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സുബ്ഹി നിസ്കാരത്തിന്റെ എത്രയോ മുമ്പേ എഴുന്നേറ്റു. വീടൊക്കെ അടിച്ചു തുടക്കുകയാണ്, പാത്രമൊക്കെ കഴുകി വെക്കുകയാണ്. അതേ വീട്ടിലുള്ള അലമാറയിലുള്ള വസ്ത്രങ്ങളൊക്കെ മടക്കി വെക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോകാൻ സുബ്ഹിക്ക് എഴുന്നേറ്റപ്പോ ഫാത്തിമ വളരെ നേരത്തെ തന്നെ തയ്യാറാവുന്നത് കണ്ടപ്പോ അലിയാര് ചോദിച്ചു, ഫാത്തിമ, പതിവിന് വിപരീതമായിട്ട് എന്താ ഇന്നൊരു പ്രത്യേകത? ചോദിച്ചപ്പോ ഫാത്തിമ ബി പറഞ്ഞു, അലി, ഇന്ന് എനിക്കൊരു ലോങ് യാത്ര പോകാൻ. അപ്പൊ എന്താ അത് വെച്ചിട്ട് അലിയാര് ചിലപ്പോ തമാശ പറയും, ചിലപ്പോ ഫാത്തിമ ബിയും തമാശ പറയും. തമാശ പറഞ്ഞാലും അവർ നുണ പറയില്ല കേട്ടോ. തമാശക്കും നുണ പറയാൻ പാടില്ല. ഞാൻ തമാശ പറഞ്ഞതല്ല, അവർക്ക് അടി കൂടെ പാരപണിയായിരിക്കും കേട്ടോ. നുണ പറയല്
തമാശക്കായാലും കാര്യത്തിനായാലും നുണ പറയാൻ പാടില്ല കേട്ടോ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തമാശ പറയും ഫാത്തിമയോട്, ഫാത്തിമയും തമാശ പറയും. അവർ പറയുന്നതൊക്കെ കാര്യമായിരിക്കും. ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഈ പെണ്ണുങ്ങൾ മുഴുവൻ ശൈത്താന്മാരാണ്. ഒരു പാട്ടാണ്ട് പാടി, പെട്ടെന്ന് പാട്ട് പാടുന്ന ആളാണ് അലിയാരി. ഒരു പാട്ടാണ്ട് പാടി. എന്താ പാട്ട് എന്നറിയോ? ഇന്നന്നിസാ ശയാത്തീനു ഖുലിഖന ലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനി. പെണ്ണുങ്ങളൊക്കെ ശൈത്താന്മാരാണ്, ഔറ്റങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അല്ലാഹുവേ, ശൈത്താന്റെ ശരണ തൊട്ട് ഞങ്ങൾ അല്ലാഹ് നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ഇതാണ് ആ പാട്ടിന്റെ അർത്ഥം. ഇത് അലിയാരി പാടിയപ്പോ ഫാത്തിമയും വെറുതെരിക്കോ? ഫാത്തിമയും പെണ്ണല്ലേ, ആണ് പെണ്ണിനെ കുറ്റം പറഞ്ഞ ആ പെണ്ണുങ്ങൾ വെറുതെരിക്കോ? അത് കേൾക്കാൻ ധാരാളം ഉമ്മമാരുണ്ട്. ഫാത്തിമ ബീവിയുടെ പിൻഗാമികളാണ് അവിടെ ഇരിക്കുന്നത്. അലിയാരി പെണ്ണുങ്ങൾ ശൈത്താന്മാരാന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി വിടോ? അങ്ങനെ നിങ്ങൾ വലിയ ആളാവണ്ട കേട്ടോ. ഫാത്തിമ ബീവി തിരിച്ചൊരൊറ്റ പാട്ടാ, ഫാത്തിമ ബീവി പാടിക്കൊടുക്കുകയാണ്. അലി, നിങ്ങൾ പെണ്ണുങ്ങൾ ശൈത്താന്നല്ലേ പറഞ്ഞു, നിങ്ങൾ കേട്ടോ. പെണ്ണുങ്ങൾ റൈഹാൻ പുഷ്പമാണ്, അവിറ്റങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കണോ റൈഹാൻ പുഷ്പം കിട്ടിയാൽ ഒന്ന് മണക്കണം. റൈഹാൻ പുഷ്പം ഒന്ന് കിട്ടിയാ ഒന്ന് ചുംബിക്കണം, ഒന്ന് മണക്കണം എന്ന് ആഗ്രഹിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? അതുപോലെ ഞങ്ങൾ പെണ്ണുങ്ങളെ ഒന്ന് കിട്ടിയ ഉമ്മക്കണം, ഒന്ന് മണക്കണം, ഒന്ന് ചുംബിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഏതാണുള്ളത്? അതുകൊണ്ട് പെണ്ണ് ശൈത്താനല്ല, പെണ്ണ് റൈഹാനാണ് എന്ന് പാടിയ വനിതയാണ് മഹദി ബീവി ഫാത്തിമത്തു സഹറ. അപ്പൊ അവരൊക്കെ നിമിഷ കവിയായിരുന്നു. നമ്മളെ കൊണ്ട് ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ ഉണ്ടാക്കുന്ന പാട്ട് ഇന്നിപ്പോ എന്തോ ഒരു പാട്ട് കേട്ടല്ലോ പഠിച്ചോനെ. ഞാൻ കേട്ടിപ്പോ കേരളത്തിൽ ആകെപ്പോ കേട്ടത് ഞാൻ കേട്ടു, സ്വർണം കട്ടത് ആരപ്പ മറ്റോനാണേ അയ്യപ്പ. അതാണ് പാകപാട്ട്. നമ്മളുണ്ടാക്കിയ പാട്ട് ഇമാതിരി പാട്ടാണ്. ഒരർത്ഥവത്തായ പാട്ടാവണം നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ, അർത്ഥമുള്ള പാട്ടാവണം. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീടൊക്കെ അടിച്ചു വൃത്തിയായി സൂക്ഷിച്ചതാ. കുട്ടികളുടെ വസ്ത്രങ്ങളൊക്കെ അടക്കി വെക്കുന്നത് കണ്ടപ്പോൾ അലിയാർ ചോദിച്ചു, ഇതെന്താ ഫാത്തിമ ഇന്ന് പ്രത്യേകത? ഫാത്തിമ ബീവി പറഞ്ഞു, ഇന്ന് എനിക്കൊരു ലോങ് യാത്ര പോകാണ്ട്. അലിയാർ പള്ളിയിൽ പോയി സുബഹി നമസ്കാരം ജമാഅത്തിൽ പങ്കെടുത്തു. നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ ബീവി വിളിക്കുകയാണ്, ഒരു കാര്യം പറയാൻ നിങ്ങൾ അടുത്തു വരി. റൂമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഹസൻ ഹുസൈൻ രണ്ട് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. ഫാത്തിമ ബീവി അലിയാരെ കൊണ്ടുപോയിട്ട് അലി ഇബ്നു അബീ ത്വാലിബിന്റെ മടിയിൽ ഫാത്തിമ ബീവി തലവെച്ച് കിടക്കുകയാണ്. അലിയാർ ചോദിച്ചു, ഫാത്തിമ എന്താ ഇന്നൊരു ഇങ്ങനെ? എന്താ ഇങ്ങനെയൊന്നുമില്ലല്ലോ, ഇന്ന് പതിവിന് വിപരീതമായി എന്താണ് പറ്റിയത്? ആ ഫാത്തിമ ബീവിയുടെ കണ്ണിലങ്ങ് വെള്ളം നിറഞ്ഞു, കരയുകയാണ്. ഫാത്തിമ പറയാണ്, അലി, ഇന്നലെ രാത്രി എന്റെ വാപ്പ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ, നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞ് അസറിന്റെ മുമ്പ് നീ മരിക്കും, നിന്നെ ഖബറടക്കും. അലിയാരോട് പറയണമെന്ന് ഇന്നലെ രാത്രി 3 വട്ടം ഞാൻ എന്റെ വാപ്പാനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഹബീബായ തങ്ങളെ മനാമില് കണ്ടാൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ കണ്ടാൽ അത് പൊള്ളല്ലടോ. പ്രത്യേകിച്ച് മോളായ ഫാത്തിമ ബീവി കണ്ടാൽ അത് ശതമാനം പോലും പൊള്ളല്ല. ഫാത്തിമ ബീവി പറഞ്ഞപ്പോ അലിയാട് കരച്ചിലാണ്. രണ്ടാളും കെട്ടിപ്പിടിച്ച് കരച്ചിലാണ്. അവസാനം ഫാത്തിമത്തു സഹറ പറയാണ്, കരഞ്ഞിട്ട് കാര്യമില്ല, മരിക്കല്ല ചെയ്യോ, എല്ലാരും മരിക്കുമല്ലോ. അലി, എനിക്കൊരു വസിയ്യത്തുണ്ട് നിങ്ങളോട് പറയാൻ. ഞാൻ മരിച്ചാൽ എന്റെ പ്രിയപ്പെട്ട മക്കളായ ഹസൻ ഹുസൈനിനെ നിങ്ങൾ ചീത്ത വിളിക്കരുത് കേട്ടോ. റസൂലുള്ള ചുമലിലേറ്റിയ മക്കളാണ്, നിങ്ങളവരെ
മറ്റുള്ളവരെ വേദനിപ്പിക്കല്ല കേട്ടോ. രണ്ടാമത്തെ വസിയത്ത് ഫാത്തിമ ബീവി പറയാണ്, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാവണോ, എന്നെ കബൻ ചെയ്യേണ്ടത് നിങ്ങളാവണോ, എന്നെ ഖബറിൽ വെക്കേണ്ടത് നിങ്ങളാവണോ, എന്റെ ഖബറും പുറത്ത് ദോരക്കേണ്ടത് നിങ്ങളാവണോ, എന്റെ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമ നിൽക്കേണ്ടത് നിങ്ങളാവണോ. ഈ വസിയത്തുകളൊക്കെ പറഞ്ഞുറപ്പിച്ചു. അല്പം കഴിയുന്നതിന് മുമ്പ് ഫാത്തിമ ലോകത്തോട് വിട പറഞ്ഞു. ഫാത്തിമയുടെ മയ്യത്ത് കുളിപ്പിച്ച് കബൻ ചെയ്ത് മയ്യത്ത് കട്ടലിൽ കൊണ്ടുപോയി നിസ്കരിച്ച് അതാ ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയി ഖബറടക്കാൻ വെച്ചപ്പോൾ അലിയാര ഖബറിലേക്കൊന്ന് നോക്കുകയാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മെത്തക്ക് പകരം അളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സിമാന, മണ്ണിന്റെ തലയണയാതനിൽ നിനക്കുള്ളത് സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. ആ ഖബറിലേക്ക് അലിയാരൊന്ന് നോക്കിയിട്ട് പറയാണ്, ഖബറ് ആരുടെ മയ്യത്താണ് നിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതെന്നോ? അള്ളാന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ, ഹസൻ ഹുസൈനിന്റെ ഉമ്മയായ ഫാത്തിമ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവായ ഫാത്തിമ. ആ ഫാത്തിമയുടെ മയ്യത്ത് ഖബറെ നിന്റെ ഉള്ളിൽ വെച്ചാൽ നിനക്കൊരു സ്വഭാവമുണ്ട്. അലിയാര് പറയാണ്, ഖബറിനോട് നിനക്കൊരു സ്വഭാവമുണ്ട്. ഏത് മയ്യത്തിനെ ഖബറിൽ വെച്ചാലും, അത് മൊയ്ലിയാരായാലും തങ്ങളായാലും ഖാദി ഖുദാത്തായാലും, ഏത് മയ്യത്തിനെ ഖബറിൽ വെച്ചാലും ആളുകളൊക്കെ പിരിഞ്ഞു പോയാൽ ഖബറിന്റെ രണ്ട് തെല്ലുകൾ അടുത്തടുത്തടുത്തടുത്തടുത്ത് വരും. ഖബറിൽ കിടക്കണ മയ്യത്തിനെ ഒന്നങ്ങ് ഞെരുക്കും, വാരിയല്ലുകൾ കുത്തിക്കോർക്കും. വേദന സഹിക്കവയ്യാതെ മയ്യത്ത് ഖബറിൽ കിടന്ന് അട്ടഹാസം മുഴക്കും. അലിയാര് പറയാണ്, ഖബറേ എന്റെ ഫാത്തിമാന്റെ നേർക്ക് ഈ കുരുത്തക്കേട് നീ കാണിച്ചാൽ, അലിയാര് പറയുന്നത് ഈ കുരുത്തക്കേട് നീ കാണിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് അലിയാര് പറഞ്ഞപ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു സലാം പറഞ്ഞിട്ട് പറയാണ്, അലി ഇവിടെ ഫാത്തിമയാണോ അലിയാണോ, ഇവിടെ മൊയ്ലിയാരാണോ തങ്ങളാണോ, ഇവിടെ ആരാണോ ഇവിടെ പ്രശ്നമല്ല. മരിച്ച വ്യക്തിക്ക് 3 കാര്യമുണ്ടോ ഞാൻ തൊടൂല. ജാരിയായ സദഖയുണ്ടോ, നാഫിയായ ഇൽമുണ്ടോ, ഈ കിടക്കുന്നവർക്ക് ദ്വാരക്കാൻ സാലിഹീങ്ങളായ മക്കളുണ്ടോ. ഈ 3 കാര്യമില്ലെങ്കിൽ ഫാത്തിമയുടെ മയ്യത്ത് ഞാൻ ഖബറിൽ വെച്ച് ഞെരുക്കി കളയുമെന്ന് ഖബർ ധിക്കാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖബറിൽ നമ്മക്കും കിടക്കണ്ടേ. ഫാത്തിമ ബീവിക്ക് പോലും രക്ഷയില്ലാത്ത ഖബർ, ഉസ്മാൻ തങ്ങൾ കരഞ്ഞുപോയ ഖബർ, അലിയാർ തങ്ങൾ പേടിച്ചു പോയ ഖബർ നമുക്ക് രക്ഷയുണ്ടോ? അൽ ഖബറു അവ്വലു മൻസിലിൽ മിൻ മനാസിലിൽ ആഖിറ. പാരത്രിക ലോകത്തേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഖബറാണ്. ഖബറിൽ വിജയിച്ചാൽ വിജയിച്ചു, ഖബറിൽ തോറ്റാൽ മുഴുവൻ തോറ്റുപോയി കേട്ടോ. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമുക്കൊക്കെ മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെന്താ മാർഗം? നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ടൊക്കെ നല്ല തന്നെ, അതൊക്കെ വേണം, അതൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റില്ല മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയായ അൽഖമ റളിയല്ലാഹു അൻഹു മരണസമയത്ത് സഹാബത്തി എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തപ്പോ സഹാബിയ പറഞ്ഞു, വിജയ് റിഫായി ശൈഖിന്റെയും അമൃത തങ്ങളുടെയും എല്ലാ ഔലിയാക്കളുടെയും മേലെയാണ് സഹാബാക്കളുടെ ദർജ കേട്ടോ. ആ സഹാബി പറയാണ്, എനിക്കത് ചെല്ലാൻ കിട്ടുന്നില്ല. വിവരം സഹാബത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞു. നബി തങ്ങൾ ഓടിച്ചെന്നു. അൽഖമയുടെ അടുത്ത് ചെന്നപ്പോ അൽഖമക്ക് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുമ്പോൾ കിട്ടുന്നില്ല, ചെല്ലാൻ പറ്റുന്നില്ല.
വിവരന്വേഷിച്ചു. അപ്പോഴാ മനസ്സിലായത് അൽക്കമക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ഉമ്മ ഉണ്ട്. ഉമ്മ അൽക്കമയും തെറ്റിലാണ്, ഉമ്മാനായിട്ട് പിണക്കാണ്. ഭാര്യന്റെ വിഷയത്തിൽ ഉമ്മയായിട്ട് അലോഗ്യത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ ഉമ്മാനെ വിളിക്കാൻ ആളെ പറഞ്ഞയച്ചു. ഉമ്മ വന്നു, പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറഞ്ഞു. ആ ഉമ്മ ആദ്യം പറഞ്ഞു കൊടുക്കൂല. അവൻ എന്നെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് അത്രമാത്രം ഷൗട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ പൊരുത്തപ്പെടൂല നബി എന്ന് പറഞ്ഞു. അപ്പൊ മുത്തനബി പറഞ്ഞു, എന്നാൽ കുറച്ച് വിറക് കൊണ്ടുവാ, അൽക്കമനെ ജീവനോടെ കരിച്ചാളെ, അതാ നല്ലത്, ഇതിലും നല്ലത് പറഞ്ഞപ്പോ ആ ഉമ്മയുടെ കൽബ് പൊട്ടിയിട്ട് പറഞ്ഞു, നബിയേ ഞാൻ ഹയാത്തിലുള്ളപ്പോ എന്റെ മകനെ കരിക്കാൻ എനിക്ക് പറ്റുമോ നബിയെ? എന്റെ മകൻ അൽക്കമ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞു. ആ സമയത്ത് സഹാബത്ത് എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുവരെ ചൊല്ലാത്ത അൽക്കമ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിലാണ്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എനിക്കതേ നിങ്ങളോട് പറയുള്ളൂ. എന്നോട് ആദ്യം, രണ്ടാമത് നിങ്ങളോട്. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കിട്ടാൻ നിങ്ങൾ നിസ്കരിക്കണം, നോമ്പ് നോക്കണം, ഹജ്ജ് ചെയ്യണം, സകാത്ത് കൊടുക്കണം, സദഖ കൊടുക്കണം, ദാനധർമ്മം ചെയ്യണം. അതോടൊപ്പം നിങ്ങൾക്കൊരു ഉറപ്പ് കിട്ടും, ഞാൻ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു ഉറപ്പ് കിട്ടുന്ന സംഗതി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അതെന്താണെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും മുസ്ലിമായ ആണാവട്ടെ പെണ്ണാവട്ടെ, ജീവിതത്തിൽ ഒരൊറ്റ വട്ടം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹി ഒരു സംശയം വേണ്ട, അയാൾ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടേ മരിക്കും. അല്ലാഹു ആ ദർജ നമുക്ക് നൽകട്ടെ. ഓർക്കെ ആമീൻ പറയും. അല്ലാഹു ആ ദർജ നമുക്ക് നൽകട്ടെ. മുത്തുനബിനെ കണ്ടിട്ടും മരിക്കാൻ മരണത്തിന് മുമ്പ് ഒരൊറ്റ വട്ടമെങ്കിലും, മനാമിലെങ്കിലും, സ്വപ്നത്തിലല്ലാതെ യഖവത്തിൽ കാണുന്നവരുണ്ട്. അതിനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. ഒരു വട്ടം മനാമിലെങ്കിലും കാണാതെ ഞങ്ങളെ നീ റൂഹ് പിടിക്കല്ല അല്ലാഹ്. ആമീൻ കേട്ടോ. അതിനുള്ള ഒരു മാർഗം ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എന്റെ ഷെയ്ഖ്, താജുൽ ഉലമയുടെ ഷെയ്ഖ്, സുൽത്താനുൽ ഉലമയുടെ ഷെയ്ഖ്, ശംസുൽ ഉലമയുടെ ഷെയ്ഖ്, കണ്ണിയത്ത് ഉസ്താദിന്റെ ഷെയ്ഖ്, നൂറുൽ ഉലമയുടെ ഷെയ്ഖ്, എല്ലാ ആലിമീങ്ങളുടെയും തബറുക്കിന്റെ ഷെയ്ഖായിരുന്ന വലിയുല്ലാഹി ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ അഞ്ചങ്ങാടി ചാവക്കാട് കടപ്പുറത്ത് വഫാത്തായി കിടക്കുന്ന ആ തങ്ങളുപ്പാപ്പ എന്റെ കയ്യിൽ 45 കൊല്ലം മുമ്പ് തന്നേൽപ്പിച്ച കനകനിധിയാണ് സ്വലാത്തു താജ്. അത് ദായിമായി ചെല്ലുന്ന ആള് ഹബീബായ തങ്ങളെ കാണാതെ മരിക്കൂല. ഇത് മുജറബാത്തിൽപ്പെട്ടതാണ്, പരിശോധിച്ച അറിവാണ്. ഒരുപാട് ആളുകൾ ഈ സാധുവിന്റെ കയ്യിൽ നിന്നതിന് ഇജാദത്ത് വാങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത 3 മാസം മുമ്പ് വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറയിൽ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ചെന്നപ്പോ ഒരു ഉസ്താദ് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഒരു 8 കൊല്ലം മുമ്പ് ഇവിടെ വാദിന് വന്നപ്പോ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഞാൻ സലാത്തു താജിന്റെ ഇജാദത്ത് വാങ്ങിച്ചിരുന്നു. ഞാൻ ഇടതടവില്ലാതെ ചൊല്ലി വന്നു, ഹബീബായ തങ്ങളെ ഞാൻ കണ്ടു ഉസ്താദേ. അല്ലാഹുവേ, അങ്ങനത്തെ ഒരു ദർജയിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണം അല്ലാഹ്. പൂർണ്ണതയോടെ ഹബീബായ തങ്ങളെ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അത് കൽബ് നന്നാവണം. കിബർ, കുനുട്ട്, അസൂയ, ഉജ്ബ്, ഉൾനാട്യം, ശേഖരം കൽബിൽ പാടില്ല. ശേഖരം ഉണ്ടായാൽ എത്തില്ല. അശുദ്ധിയാക്കാൻ നല്ല മരുന്ന് കഴിക്കണം. അതിനെന്താ? പാരസെറ്റമോൾ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ചുന്നാമാക്കി കഷായം കുടിച്ച് വയറിളക്കിയാൽ മതിയോ, അല്ലെങ്കിൽ ഗാവ കുടിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ദശമൂലാരിഷ്ടോ അല്ലെങ്കിൽ കുടലാരിഷ്ടോ കുടിച്ചാൽ മതിയോ? ഒന്നും പോരാ. മുത്തുനബിയുടെ സ്വലാത്ത് ദായിമാക്കണം. സ്വലാത്തിന്റെ രാജാവായ സലാത്തു താജ് നിങ്ങൾ മുടങ്ങാതെ ഒരു ദിവസം 1 വീതോ 3 വീതോ ചൊല്ലോ. മരണത്തിന്റെ മുമ്പ് ഹബീബായ തങ്ങളെ കാണും. ഇത് എന്നോട് മഹാനായ വലിയുല്ലാഹി ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങളുപ്പാപ്പയാ പറയുന്നത്. കണ്ണിയത്ത് ഉസ്താദിന്റെ ഷെയ്ഖ, ശംസുൽ ഉലമയുടെ ഷെയ്ഖ, താജുൽ ഉലമയുടെ ഷെയ്ഖ, സുൽത്താനുൽ ഉലമ എപി ഉസ്താദിന്റെ ഷെയ്ഖ, കണ്ണിയത്ത് ഉസ്താദിന്റെ ഷെയ്ഖ. വലിയ മഹാനാണ്, വലിയാണ്. ആ മഹാൻ എന്റെ കയ്യിൽ ഇത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ നീ എല്ലാ വാലും ഇത് പറയണം. 4444 എണ്ണം നിയ്യത്ത് വെച്ച് ചെല്ലിയാൽ ഉദ്ദേശിച്ച ഹലാലായ മുഴുവൻ മുറാദും വീടും കേട്ടോ.
എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ഉപ്പാപ്പ, ഒരാൾക്ക് ചെല്ലാൻ കിട്ടണില്ല, അല്ലെങ്കിൽ ചെല്ലാൻ പറ്റണില്ല, അല്ലെങ്കിൽ ചെല്ലാൻ പറ്റിയില്ല, അയാളോട് എന്താ ഞാൻ പറയാ? ഞാൻ അപ്പോ ചെറുപ്പാണ്, ചെറിയ പ്രായാണ്. ഞാൻ ചോദിച്ചപ്പോ അവിടുന്ന് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നീ അയാളോട് പറ, ഒരാൾക്ക് 4444 ചെല്ലാൻ കിട്ടണില്ലെങ്കിൽ, അയാൾക്ക് പറ്റണില്ലെങ്കിൽ, ഒരു 4444 രൂപ ഹബീബായ തങ്ങളുടെ പേരിൽ ഹദിയ തരട്ടെ. അവൻ ഹബീബിനെ കാണും, ഉറപ്പ്. നല്ല നിയ്യത്തോടെയാണോ അവൻ എത്തിക്കുമെന്ന് ഉപ്പാപ്പ അന്ന് എന്നോട് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ മജ്ലിസിലും ഇത് ചെല്ലുന്നുണ്ട്. കർണാടകയിൽ എന്റെ ആദ്യകാല പ്രസംഗത്തിന് വരുമ്പോഴും ഇപ്പോഴും സ്വലാത്തു താജ് ചെല്ലാതെ ഒരു മജ്ലിസും ഈ എളിയവനായി ഞാൻ പിരിച്ചുവിട്ടിട്ടില്ല. എന്റെ ഇജാദത്താണത്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരൊറ്റ വട്ടം ഒരു ഫാത്തിഹ മദീനയിലേക്ക് ഓതിയിട്ട്, ഒരൊറ്റ വട്ടം സ്വലാത്തു താജ് ചൊല്ലിയിട്ട്, ഒരു കൂട്ടുദുആ നടത്തിയിട്ട് ഈ മജ്ലിസ് പിരിയുന്നതിന് മുമ്പേ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. കോടികൾ ചോദിക്കണില്ല, 10 ലക്ഷം ചോദിക്കണില്ല, 1 ലക്ഷം ചോദിക്കണില്ല, 10,000 ചോദിക്കണില്ല. ഞാൻ സ്വർണം എല്ലാ സ്ഥലത്തും പെണ്ണുങ്ങളോട് ചോദിക്കാറുണ്ട്. കേരളത്തിലും കർണാടകയിലും അന്ന് ഇന്ന് എന്ന് ചോദിക്കാറുണ്ട്. കിട്ടാറുണ്ട്, തന്നിട്ടുണ്ട്, തരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതൊന്നും ഞാൻ വാരി വെച്ച് എന്റെ പോക്കറ്റിലിട്ട് കൊണ്ടുപോയിട്ടില്ല. ഇന്ന് വരെ ഒരു കുറുമ്പിന്റെ കാല് പോലും, അത്ര ശതമാനം പോലും സ്വർണം എന്റെ കയ്യിൽ 100 പവൻ കിട്ടിയിട്ടുണ്ട് ഒരേ സദസ്സിൽ, 50 പവൻ കിട്ടിയ സദസ്സിലുണ്ട്. ആയിരക്കണക്കായ പവൻ ഈ 45 കൊല്ലം കൊണ്ട് പിരിച്ച് പള്ളിക്കും മദ്രസക്കും ദീനി സ്ഥാപനത്തിനൊക്കെ കൊടുത്ത്, അവിടെ പള്ളി, മദ്രസ, യത്തീംഖാന, അറബി കോളേജ് ഒക്കെ ഉണ്ടായി. അൽഹംദുലില്ലാഹ്. അല്ലാതെ അതിന്നൊരു കമ്മീഷൻ വാങ്ങി, അതിന്നൊരു ഉറുമ്പിന്റെ ശകലം കൊണ്ടുപോവുകയും ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ അല്ലാഹു തആല നല്ല ഇസ്സത്തിൽ ഇപ്പൊ ഞാൻ ജീവിക്കുന്നുണ്ട്. ഒരു കാര്യത്തിലും അല്ലാഹു എനിക്ക് കുറവ് വരുത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തിന്റെ പവറാണെന്ന് പൂർണ്ണ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ബിസ്മില്ലാ. പരാജയപ്പെടില്ല കേട്ടോ. ഹബീബിനെ കാണണം എന്ന